ഹായ് ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ റെസിപ്പി കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടല്ലോ എന്താണെന്ന്. ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമൊന്നുമില്ല. കർക്കിടക മാസത്തിൽ അത്യാവശ്യം കഴിച്ചിരിക്കേണ്ട മരുന്നുകളിൽ ഒന്നാണ് നമ്മുടെ തെങ്ങിൻ പൂക്കുല ലേഹ്യം. അപ്പോൾ അത് നമുക്ക് എങ്ങനെ എളുപ്പത്തിൽ വീട്ടിലുണ്ടാക്കാം. നമ്മൾ ഷോപ്പിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ അതിൽ പ്രിസർവേറ്റീവ്സ് ഒക്കെ ചേർത്തിട്ട് അവർ ചീത്തയായി പോവാതിരിക്കാൻ വേണ്ടിയിട്ട് പ്രിസർവേറ്റീവ്സ് ചേർത്താണ് ഉണ്ടാക്കുന്നത്. നമ്മളെ വീട്ടിലുണ്ടാക്കുമ്പോൾ പ്രിസർവേറ്റീവ്സ് ഒന്നും ചേർക്കാതെ നാടൻ രീതിയിൽ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ലേഹ്യം നമുക്ക് നമ്മുടെ പൂക്കുല ലേഹ്യത്തിന് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് നോക്കാം. നമ്മളിപ്പോൾ ഈ ഒരു പൂക്കുലയാണ് എടുക്കുന്നത്. ഇതിന് വേണ്ട അളവുകളാണ് കേട്ടോ പറയുന്നത്. ഇതിലേക്കായിട്ടൊരു 1/4 കിലോ ശർക്കര എടുത്തിട്ടുണ്ട്. തേങ്ങയുടെ 1/4 പാലും 2/2 പാലും എടുത്തിട്ടുണ്ട്. പാലിൻ്റെ അളവ് ഞാൻ മെഷർ ചെയ്ത് പറയാം. ഇത് 2 തേങ്ങയുടെ പാലാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് നിങ്ങൾക്ക് മരുന്നുകൾ വാങ്ങിക്കാൻ കിട്ടും. ആയുർവേദ മരുന്ന് കടകളിൽ അല്ലെങ്കിൽ പച്ചമരുന്ന് കടകൾ, അങ്ങാടി മരുന്ന് കടകൾ എന്നൊക്കെ പറയുന്ന കടകളിൽ ഈ പൂക്കുല ലേഹ്യം ഉണ്ടാക്കാനുള്ള മരുന്ന് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വാങ്ങിക്കാൻ കിട്ടും. അങ്ങനെ വാങ്ങിക്കാൻ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ആ മരുന്നുകൾ പൊടിച്ച പൊടി കിട്ടും. എനിക്കിപ്പോൾ പൊടിയാണ് കിട്ടിയിട്ടുള്ളത്, മരുന്നുകളായിട്ട് കിട്ടിയിട്ടില്ല. അപ്പോൾ മരുന്നുകളായിട്ട് കിട്ടുകയാണെങ്കിൽ നിങ്ങൾ അതൊന്ന് ചൂടാക്കിയിട്ട് മിക്സിയിൽ പൊടിച്ചെടുക്കുക. അല്ലെങ്കിൽ നമുക്ക് പൊടിയാണ് കിട്ടുന്നതെങ്കിൽ നമുക്ക് ഇത് അങ്ങനെ ഡയറക്റ്റ് ചേർക്കാവുന്നതാണ്. പിന്നെ വേണ്ടത് നെയ്യ്. അപ്പോൾ ഈ അങ്ങാടി മരുന്ന് പൊടി എന്ന് പറഞ്ഞിട്ട് ഞാൻ വാങ്ങിച്ചിരിക്കുന്ന ഈ പൊടിയിൽ 64 ഇനം മരുന്നുകളാൽ ചേർത്ത്, അങ്ങാടി മരുന്നുകൾ ചേർത്ത് പൊടിച്ചതെന്നാണ് എഴുതിയിരിക്കുന്നത് കേട്ടോ. ഇത് നടുവേദനയ്ക്കും അതുപോലെ ഡെലിവറി കഴിഞ്ഞ ആളുകൾക്കും വളരെ നല്ലതാണ്. അപ്പോൾ ഈ പൊടി വാങ്ങിക്കാൻ കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ മറ്റേ ഞാൻ പറഞ്ഞതുപോലെ അങ്ങാടി മരുന്ന് വാങ്ങിച്ചിട്ട് പൊടിച്ചെടുക്കുക. അപ്പോൾ അതിൽ കുറച്ച് മരുന്നുകളുടെ പേരൊക്കെ എനിക്ക് അറിയുള്ളൂ, എല്ലാ മരുന്നുകളുടെയും പേര് അറിയില്ല. കുറേ മരുന്നുകളുണ്ട്. ഇത് പലരും പല രീതിയിലാണ് ഈ മരുന്നുകൾ ഉണ്ടാക്കുന്നത്. ചിലർ ചുക്കും ജീരകവും മാത്രം ചേർത്തിട്ട് ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ അത് നിങ്ങൾ ഏത് രീതിയിലാണോ ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത് ആ രീതിയിൽ ഉണ്ടാക്കുക. ഇല്ലെങ്കിൽ ഈ മരുന്ന് പൊടി വാങ്ങിച്ചിട്ടുണ്ടാക്കുക. ഏറ്റവും സിമ്പിളായിട്ട് ഉണ്ടാക്കാനാണെങ്കിൽ ചുക്കുപൊടി നല്ല ജീരകം പൊടിച്ചതും ചേർത്തിട്ട് ഉണ്ടാക്കാം കേട്ടോ. അത് രണ്ടും നന്നായിട്ട് ചൂടാക്കി പൊടിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കിതിൽ ചേർത്തുണ്ടാക്കാം. അത് നമുക്ക് നടുവേദനയ്ക്ക് തെങ്ങിൻ പൂക്കുല നല്ലതാണെങ്കിലും ബാക്കിയുള്ള പർപ്പസ്, ഇപ്പോൾ നീർക്കെട്ട് അതുപോലെ കർക്കിടകത്തിൽ മരുന്നായിട്ട് കഴിക്കുമ്പോൾ എന്നുള്ള രീതിയിലൊക്കെ ആണെങ്കിൽ ഈ അങ്ങാടി മരുന്നും കൂടി ചേർത്തുണ്ടാക്കിയാലാണ് പെർഫെക്റ്റ് ആവുക. അപ്പോൾ ആദ്യം നമുക്ക് ഈ പൂക്കുല ഒന്ന് പൊളിച്ചിട്ട് ചെറുതായിട്ട് മുറിച്ചെടുക്കണം. അതിന് ശേഷം നമുക്ക് വേവിച്ചെടുക്കണം പൂക്കുല. അങ്ങനെയാണ് നമ്മൾ ലേഹ്യം ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാൻ ഈ പൂക്കുല ഒന്ന് പൊളിച്ചെടുക്കുകയാണ്. അപ്പോൾ കഴിഞ്ഞ ദിവസത്തെ നമ്മുടെ പൂക്കുല കുറുക്കിൻ്റെ വീഡിയോയിൽ കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു പൂക്കുലയുടെ ലേഹ്യവും കൂടി കാണിക്കണമെന്ന്. ഞാനപ്പോൾ അന്ന് തന്നെ പറഞ്ഞിരുന്നു പൂക്കുല ലേഹ്യം ചെയ്യാമെന്നുള്ളത്. പക്ഷേ 1-2 കാരണങ്ങളാലാണ് 1-2 ദിവസം വൈകിപ്പോയത് കേട്ടോ. അപ്പോൾ ഇതുപോലെ ഇളയ പൂക്കുല കിട്ടുകയാണെങ്കിൽ നിങ്ങൾ ഇളയ പൂക്കുല കൊണ്ട് തന്നെ ഉണ്ടാക്കുക. ഇല്ലെങ്കിൽ മൂത്ത പൂക്കുലയാണ് കിട്ടുന്നതെങ്കിൽ അതിൻ്റെ അടർത്തി എടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഭാഗം മാത്രം എടുക്കുക കേട്ടോ. നമ്മളിങ്ങനെ പതുക്കെ വലിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ പൂക്കുല വിട്ടുവരും. ഈ പൂക്കുല ഞാൻ ഇനി ചെറുതായിട്ട് കൈ കൊണ്ട് ഇതുപോലെ ഇങ്ങനെ ഒടിച്ചിട്ട് വേവിക്കാൻ വേണ്ടി എടുക്കുകയാണ്. നമുക്ക് മൂപ്പ് കൂടിയ പൂക്കുലയാണെങ്കിൽ ഇതുപോലെ ഒടിച്ചെടുക്കാൻ പറ്റില്ല കേട്ടോ. അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിക്കുക. പിന്നെ ശർക്കരയ്ക്ക് ഓരോ ചക്കരയാണ് നല്ലത്. ചക്കര കിട്ടുകയാണെങ്കിൽ ചക്കര കൊണ്ട് തന്നെ ചെയ്യുക, ഇല്ലെങ്കിൽ ശർക്കര ഉപയോഗിച്ചും ചെയ്യാം. രണ്ടായാലും നമ്മൾ മധുരം എന്നുള്ള പർപ്പസ് മാത്രമേ അതിൽ ഉദ്ദേശിക്കുന്നുള്ളൂ. അല്ലാതെ അതൊരു ആയുർവേദിക് ട്രീറ്റ്മെൻറ്റിലുള്ള കാര്യമല്ല ചക്കര ശർക്കര എന്നുള്ളതൊന്നും. എന്താണെന്ന് വെച്ചാൽ ഈ മരുന്നുകൾക്കൊരു ചെറിയൊരു ചവർപ്പ് ടേസ്റ്റ് ഉണ്ട്. അതുപോലെ ഈ പൂക്കുലേക്കും ചെറിയൊരു ചവർപ്പ് ടേസ്റ്റ് വരും. അത് രണ്ടും മാറാൻ വേണ്ടി, ആ മധുരത്തിന് വേണ്ടി മാത്രമാണ് നമ്മൾ ചക്കരയോ ശർക്കരയോ ചേർക്കുന്നത്. ഇതിന് കത്തിയൊന്നും എടുക്കേണ്ട ആവശ്യമില്ല. സാധാരണ കത്തി ഉപയോഗിച്ച് പൂക്കുല മുറിക്കാറില്ല. പൂക്കുല നമ്മൾ ഇതുപോലെ കൈ ഉപയോഗിച്ച് തന്നെയാണ് മുറിക്കാറുള്ളത്. അത്രയും പോർഷനെ നമ്മൾ എടുക്കുള്ളൂ. അപ്പോൾ ഇതാ നമ്മുടെ പൂക്കുല നമ്മൾ അടർത്തി എടുത്തിട്ടുണ്ട്. ഇതിന് നമുക്ക് കുക്കറിലേക്ക് ഇട്ടിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. തേങ്ങാപ്പാലിൽ തന്നെ വേവിക്കണം. തേങ്ങയുടെ 2/2 പാലോ 3/4 പാലോ എടുത്തിട്ട് നിങ്ങൾക്ക് കുക്ക് ചെയ്യാം കേട്ടോ. പച്ചവെള്ളത്തിൽ വേവിക്കരുത്. പച്ചവെള്ളത്തിൽ വേവിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ചെയ്യുന്നതിൻ്റെ ഗുണമൊന്നും കിട്ടില്ല. തേങ്ങയുടെ ഗുണം കിട്ടണമെങ്കിൽ തേങ്ങാപ്പാലിൽ തന്നെ വേവിക്കണം. അപ്പോൾ നമുക്ക് കുക്കറിലേക്ക് മാറ്റിയിട്ട് വേവിക്കാൻ വെക്കാം. അപ്പോൾ നമ്മൾ നമ്മുടെ പൂക്കുല വേവിക്കാനായിട്ട് കുക്കറിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇതിലേക്ക് ഞാനിപ്പോൾ തേങ്ങയുടെ 2/2 പാലാണ് ഒഴിക്കുന്നത്. പൂക്കുലയുടെ ലെവലിൽ തൊട്ട് താഴെ ആയിട്ടാണ് കേട്ടോ ഞാൻ പാല് ചേർക്കുന്നത്. പൂക്കുലയുടെ ഒപ്പം ചേർക്കുന്നില്ല. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ചീറ്റി പുറത്തേക്ക് തെറിച്ചു പോകരുതല്ലോ തേങ്ങാപ്പാൽ. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഒരു 1.5 കപ്പ് പാല് ചേർത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു 3 വിസിൽ വരുന്നത് വരെ അടച്ചു വെച്ച് കുക്ക് ചെയ്യാം. അത് നിങ്ങളെടുക്കുന്ന പൂക്കുലയുടെ മൂപ്പനുസരിച്ച് 2 or 3 വിസിൽ എന്നുള്ളത് തീരുമാനിക്കുക കേട്ടോ. ചില പൂക്കുല 2 വിസിൽ വരുമ്പോൾ കുക്കാവും, ചില പൂക്കുല 3 വിസിൽ വരുമ്പോൾ കുക്കാവും.
ഞാനിപ്പോൾ 3 വിസിൽ വരുന്നവരെയാണ് കുക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇത് കുക്കായി വരട്ടെ. ഈ സമയത്ത് നമുക്ക് നമ്മുടെ ശർക്കര ഒന്ന് ഉരുക്കിയെടുക്കാം. അപ്പോൾ നമ്മുടെ ശർക്കര നമ്മൾ ഉരുക്കാൻ വെച്ചിട്ടുണ്ട്. ഞാൻ 1 കപ്പ് വെള്ളത്തിലാണ് ശർക്കര ഉരുക്കിയെടുക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ നമുക്ക് കുറച്ച് വെള്ളം വേണം, ഇതൊന്ന് വറ്റിച്ച് വരട്ടി എടുക്കേണ്ടതാണ്. അതുകൊണ്ടാണ് 1 കപ്പ് വെള്ളത്തിൽ ശർക്കര ഉരുക്കിയെടുക്കുന്നത്. ഇനി ശർക്കര ഒന്ന് ഉരുകി വരട്ടെ. അതിനുശേഷം നമുക്ക് നമ്മുടെ കുക്കറിൻ്റെ പ്രഷർ പോയി കഴിയുമ്പോൾ നമ്മുടെ പൂക്കുല ഒന്ന് തണുപ്പിച്ചെടുക്കണം. തണുത്ത് കഴിഞ്ഞിട്ട് വേണം അരച്ചെടുക്കാൻ. ഇപ്പോൾ നമ്മൾ പൂക്കുല കുക്ക് ചെയ്യാൻ വെച്ചിട്ട് 3 വിസിലൊന്നു കുക്കറിൻ്റെ കംപ്ലീറ്റ് പ്രഷറും പോയി. ഞാൻ തുറക്കുകയാണ്. ഇതുണ്ടോ, പൂക്കുല നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. ഇതിൽ കുറച്ച് തേങ്ങാപ്പാലുണ്ട് കേട്ടോ. ഇതുണ്ടോ, ഈ തേങ്ങാപ്പാൽ ചേർത്തിട്ടാണ് നമ്മൾ ഈ പൂക്കുല അരച്ചെടുക്കാൻ പോകുന്നത്. അപ്പോൾ ഇതൊന്ന് ചൂട് മാറി വരട്ടെ. ചൂട് മാറി വരുമ്പോൾ നമുക്ക് ഈ തേങ്ങാപ്പാൽ മാത്രം ഒഴിച്ചിട്ട് മിക്സിയിൽ അരച്ചെടുക്കാം. അപ്പോൾ നമ്മൾ ഒരു ഉരുളി വെച്ചിട്ടുണ്ട് നമ്മുടെ ലേഹ്യം റെഡിയാക്കാനായിട്ട്. ഉരുളിയിലേക്ക് നമുക്ക് ആദ്യം ഉരുക്കി വെച്ചിരിക്കുന്ന ശർക്കരപ്പാനി ചേർക്കാം. ശർക്കരപ്പാനി ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്കിതിലേക്ക് തേങ്ങയുടെ 2ാം പാൽ എടുത്ത് വെച്ചിട്ടുള്ളത് ചേർക്കാം. ഞാനിപ്പോൾ ഒരു 3 കപ്പ് 2ാം പാൽ ചേർത്തിട്ടുണ്ട്. 240 ml കപ്പിലാണ് മെഷർ ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി ഇത് രണ്ടും കൂടി ഒന്ന് തിളച്ച് വരട്ടെ. 2ാം പാൽ നന്നായിട്ടൊന്ന് തിളച്ച് ശർക്കരപ്പാനിയുമായിട്ടൊന്ന് മിക്സ് ആയി വന്നിട്ട് വേണം നമുക്ക് നമ്മുടെ അരച്ചു വെച്ചിരിക്കുന്ന മിക്സ് ചേർക്കാനായിട്ട്. ഇതിലേക്ക് ഇതിങ്ങനെ കൈയെടുക്കാതെ ഇളക്കിക്കൊണ്ടിരിക്കേണ്ടി വരും കേട്ടോ. ഇപ്പോഴല്ല, കുറച്ച് കഴിയുമ്പോൾ. ഇപ്പോൾ തേങ്ങാപ്പാൽ പിരിഞ്ഞു പോകില്ല. എന്താണെന്ന് വെച്ചാൽ 2ാം പാലാകുമ്പോൾ പിരിഞ്ഞു പോകില്ല. നമ്മൾ വെള്ളം ചേർത്ത് പിഴിഞ്ഞെടുക്കുന്നുണ്ട്. 1ാം പാലാണെങ്കിൽ പിരിഞ്ഞു പോവുള്ളൂ. 1ാം പാൽ ചേർക്കുമ്പോൾ കൈയെടുക്കാതെ ഇളക്കണം. 1ാം പാലല്ലാതെ ബാക്കി 2ഓ 3ഓ പാലൊക്കെ ചേർക്കുമ്പോൾ കൈയെടുക്കാതെ ഇളക്കിയില്ലെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ അതൊന്ന് തിളക്കട്ടെ. ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഇളക്കി കൊടുക്കും. തിളച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങൾ കാണാം. ഇപ്പോൾ നമ്മുടെ ശർക്കരപ്പാനിയും തേങ്ങാപ്പാലും ചേർന്ന് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇത് ഒരുപാട് സമയത്ത് തിളപ്പിക്കരുത്. നിങ്ങൾ ചക്കരയാണ് ചേർക്കുന്നതെങ്കിലും ഇതുപോലെ തന്നെ ചെയ്യുക. ഒരുപാട് സമയത്ത് തിളപ്പിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ശർക്കരപ്പാനി വെള്ളം വറ്റി 1 സ്ട്രിങ് കൺസിസ്റ്റൻസി ആയി പോവും. അപ്പോൾ അത്രയും അങ്ങോട്ട് തിളപ്പിക്കരുത്. ഒരു 5 മിനിറ്റ് തിളച്ച് കഴിയുമ്പോൾ നമുക്കിതിലേക്ക് അരച്ചു വെച്ചിരിക്കുന്ന നമ്മുടെ ഈ പൂക്കുലയുണ്ടല്ലോ അത് ചേർക്കാം. ഞാൻ ഇതുപോലെയാണ് അരച്ചെടുത്തിട്ടുള്ളത്. കണ്ടോ, നല്ല പേസ്റ്റായിട്ട് അരഞ്ഞു വന്നിട്ടുണ്ട്. ഫൈൻ പേസ്റ്റായിട്ട് അരഞ്ഞു കിട്ടും നമുക്ക് ഈ തേങ്ങാപ്പാൽ ചേർത്ത് അരച്ചെടുക്കുമ്പോൾ. ഇതിലേക്ക് അരിപ്പൊടിയോ മൈദയോ അങ്ങനെ ഒന്നും ചേർക്കരുത് കേട്ടോ കുറുകാനായിട്ട്. നമ്മൾ തേങ്ങാപ്പാലിൽ തന്നെ കുറുക്കി വറ്റിച്ച് വേവിച്ചെടുക്കണം. അപ്പോഴാണ് കറക്റ്റ് ലേഹ്യമാവുക. അല്ലെങ്കിൽ ഒരു ഹൽവയുടെ ഭാഗം ആവുള്ളൂ. അരിപ്പൊടിയൊക്കെ ചേർത്ത് വരുമ്പോൾ അത് പ്രത്യേകം നമ്മൾ എളുപ്പത്തിന് വേണ്ടി അരിപ്പൊടിയൊന്നും ചേർത്ത് കുറുക്കി എടുക്കരുത്. അപ്പോൾ നമ്മൾ അരി അരച്ച് കുറുക്കുണ്ടാക്കിയില്ലേ, അത് കുറുക്കായിട്ട് യൂസ് ചെയ്യാം. ഇതാവുമ്പോൾ ലേഹ്യമായിട്ട് യൂസ് ചെയ്യണമെങ്കിൽ ഇതുപോലെ തന്നെ ചെയ്യണം. അപ്പോൾ നമ്മുടെ തേങ്ങാപ്പാലാണെങ്കിൽ പിരിഞ്ഞ് വന്നിട്ടുമില്ല. ഇതുപോലെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ മധുരം നിങ്ങൾക്ക് നല്ല മധുരം വേണമെന്നുണ്ടെങ്കിൽ 1/2 കിലോ ശർക്കര യൂസ് ചെയ്യാം കേട്ടോ. നല്ല മധുരം ആവശ്യമാണെങ്കിൽ. ഞാനൊരു മീഡിയം മധുരത്തിലാണ് ചെയ്യുന്നത്. അത് നമ്മളെ മധുരം അനുസരിച്ച് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് വ്യത്യാസം വരുത്താം. നമ്മൾ പിന്നെ മാക്സിമം ഇത് ഉരുളിയിൽ തന്നെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എന്താ ഗുണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒട്ടും തന്നെ ഉരുളിയിൽ പിടിക്കില്ല. നോൺ സ്റ്റിക്ക് പാത്രങ്ങളിൽ ചെയ്യാം, പക്ഷേ കയ്യിൽ തെറിക്കും. അതുകൊണ്ട് കുഴിവുള്ള വലിയ പാത്രങ്ങളിൽ ചെയ്യാം. നോൺ സ്റ്റിക്ക് പാത്രങ്ങളിൽ ചെയ്യുമ്പോൾ ചെറിയ പാത്രങ്ങളിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ കയ്യിലൊക്കെ തെറിക്കും. ഉരുളിയിൽ ചെയ്താലും കയ്യിൽ തെറിക്കും. അത് നമ്മൾ വളരെ ശ്രദ്ധിച്ച് നിൽക്കണം. ഇത് ഇപ്പോഴല്ല തെറിക്കുക. നമ്മൾ ഈ പൂക്കുല അരച്ചതൊക്കെ ചേർത്ത് കുറുകി വരുമ്പോഴാണ് കയ്യിലൊക്കെ തെറിക്കുക. അപ്പോൾ ഇതൊക്കെ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെയാണ് കേട്ടോ ചെയ്യുന്നത്, ലോ ഫ്ലെയിമിലൊന്നല്ല. ഇതിലേക്ക് നമുക്കിനി പൂക്കുല അരച്ചത് ചേർക്കാറായി. ഞാനിപ്പോൾ ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചിട്ട് ചേർക്കാണ്. അപ്പോൾ ഞാനിപ്പോൾ പൂക്കുല അരച്ചത് മുഴുവൻ ചേർത്ത് കഴിഞ്ഞു. ഇനി ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്യാൻ പോവാണ്. അപ്പോൾ നിങ്ങൾ എടുക്കുമ്പോൾ ഒരു വലിയ ചട്ടകം എടുക്കുക കേട്ടോ. എൻ്റെ വലിയ ചട്ടകം കാണുന്നില്ല, അതുകൊണ്ട് അത് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നീളം കുറഞ്ഞ ചട്ടകമാകുമ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് തെറിക്കും നമ്മുടെ മേലിലേക്കും നമ്മുടെ കയ്യിലേക്കും മുഖത്തേക്കും ഒക്കെ. അപ്പോൾ ആ തെറിക്കുന്നത് കുറയ്ക്കാൻ വേണ്ടി നമുക്ക് കുറച്ച് അകന്ന് നിൽക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വലിയ ചട്ടകം, നീളം കൂടിയ ചട്ടകം എടുക്കുക എന്ന് പറയുന്നത്. ഇതിനെ ഒന്ന് നന്നായിട്ട് ഈ കട്ടയൊക്കെ പോയി കുറുകി വരണം. കുറുകി ഈ തേങ്ങാപ്പാൽ കംപ്ലീറ്റ് വറ്റി വരണം. അതുവരെ നമ്മൾ കൈയെടുക്കാതെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. കട്ടയുള്ളതൊക്കെ ഒന്ന് ഉടച്ചു കൊടുക്കുക. ഉടച്ചു കൊടുക്കുക എന്ന് വെച്ചാൽ നമ്മൾ ഇളക്കി വരുമ്പോൾ അത് ഉടഞ്ഞു വന്നോളും. ഇത് നിങ്ങൾക്ക് ഹൽവയാക്കി എടുക്കണം എന്നുണ്ടെങ്കിൽ ഞാൻ കഴിഞ്ഞ ദിവസം
പറഞ്ഞിരുന്നില്ലേ കുറുക്കുണ്ടാക്കിയപ്പോൾ അതിൽ ഹൽവയാക്കാൻ പറ്റുമോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല എന്ന്. അതിൽ തന്നെ നെയ്യ് ഒഴിച്ച് വരട്ടിയെടുത്തിട്ടുണ്ടെങ്കിൽ ഹൽവയാക്കാം കേട്ടോ. അത് ഞാൻ പിന്നീടാണ് അച്ഛൻ്റെ അടുത്ത് ചോദിച്ചത്. അപ്പോൾ അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട്. തെങ്ങിൻ പൂക്കുലയുടെ ഹൽവ ഉണ്ടാക്കാൻ പറ്റും. ഇതിലല്ല ഹൽവ ഉണ്ടാക്കാൻ പറ്റുക, അതിലാണ് ഹൽവ ഉണ്ടാക്കാൻ പറ്റുക. അരി അരച്ച് ചേർത്തത് അല്ലെങ്കിൽ അരിപ്പൊടി ചേർത്തിട്ട് നമുക്ക് ഹൽവയാക്കി എടുക്കാം. അരിപ്പൊടി തേങ്ങാപ്പാലിൽ മിക്സ് ചെയ്ത് ചേർത്തിട്ടുണ്ടെങ്കിൽ അതിൽ ഹൽവയാക്കാം ആ കുറുക്ക്. ഇല്ലെങ്കിൽ അരി അന്ന് നമ്മൾ അരച്ച് ചേർത്ത് കുറുക്കിയ പോലെ കുറുക്കി നെയ്യ് ഒഴിച്ച് വരട്ടി എടുത്തിട്ടുണ്ടെങ്കിൽ ഹൽവയായിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം കേട്ടോ, പീസായിട്ട്. ഇപ്പോൾ കണ്ടോ നമ്മുടെ കട്ടയൊക്കെ ഉടഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഇളക്കിക്കൊണ്ടേയിരിക്കാം. കുറച്ച് കഴിയുമ്പോൾ ഞാൻ കാണിച്ചു തരാം ഏത് സ്റ്റേജ് ആയി എന്നുള്ളത്. അപ്പോൾ നമ്മുടെ മിക്സ് ഇതുപോലെ നന്നായിട്ട് തിള വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സ്റ്റേജിലൊക്കെ ഇടയ്ക്കൊന്ന് കൈയെടുത്തു എന്ന് വെച്ചിട്ട് കുഴപ്പമൊന്നുമില്ല. ഇടയ്ക്കൊക്കെ കൈയെടുക്കാം. ഒരുപാട് അങ്ങോട്ട് കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ഇളക്കാതെ ഇരിക്കരുത്, ഇളക്കിക്കൊണ്ട് തന്നെ ഇരിക്കുക. ഇപ്പോൾ ഞാനൊരു 5 മിനിറ്റ് ആയിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് ഈ ഒരു സ്റ്റേജിലായത്. ഇനി വീണ്ടും ഇത് കുറുകി വരും. അപ്പോൾ ഇനി കുറുകി വരുമ്പോൾ ഇനി നമുക്ക് അടുത്ത സ്റ്റേജ് കാണാം. ഇപ്പോൾ നമ്മൾ ഇളക്കി തുടങ്ങിയിട്ട് ഒരു 15 മിനിറ്റ് ആയി. ഇപ്പോൾ പതുക്കെ പൊട്ടിത്തെറിച്ച് തുടങ്ങുന്നുണ്ട്. നമ്മുടെ ആ തേങ്ങാപ്പാലിലുള്ള വെള്ളം മുഴുവൻ പൊട്ടിത്തെറിച്ച് തീരുന്നത് വരെ ഇങ്ങനെ തെറിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ഇനി നമ്മൾ കുറച്ച് ഗ്യാപ്പിൽ നിൽക്കാം കേട്ടോ, കയ്യിലേക്ക് തെറിക്കാതിരിക്കാനായിട്ട്. നമുക്ക് ഇളക്കിക്കൊണ്ടേയിരിക്കാം. ഇപ്പോഴൊന്നും നെയ്യ് ചേർക്കേണ്ട ആവശ്യമില്ല. സൈഡൊക്കെ ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. സൈഡിൽ കരിഞ്ഞു പിടിക്കാതിരിക്കാനായിട്ടാണ് നമ്മൾ സൈഡ് ചേർത്ത് ഇളക്കുക എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ ഇതുപോലെ ഇളക്കിക്കൊണ്ടേ ഇരിക്കട്ടെ. ഇപ്പോൾ നമ്മുടെ ലേഹ്യം ഇത് കണ്ടോ ഈ പാകത്തിലായിട്ടുണ്ട്. ഞാൻ ഇനി ഇതിലേക്ക് നമ്മുടെ മരുന്ന് പൊടി ചേർത്ത് കൊടുക്കുകയാണ്. കുറച്ചായിട്ട് ചേർത്തിട്ട് ഇളക്കി കൊടുക്കുകയാണ്. എന്താണെന്ന് വെച്ചാൽ നന്നായിട്ട് പൊട്ടിത്തെറിക്കുന്നുണ്ട്. അപ്പോൾ കുറച്ചായിട്ട് ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് തേങ്ങാപ്പാലിൽ കലക്കി ചേർക്കാം കേട്ടോ. എളുപ്പം നമുക്കിങ്ങനെ പൊടി മിക്സ് ചെയ്ത് ചേർക്കുന്നതാണ്. അപ്പോൾ നന്നായിട്ട് മിക്സായി വന്നോളും. അധികം കട്ടയൊന്നും ഇല്ലാതെ മിക്സായി വന്നോളും. കണ്ടോ അപ്പോൾ നമ്മുടെ ലേഹ്യത്തിൻ്റെ കളർ തന്നെ അങ്ങോട്ട് മാറിക്കഴിഞ്ഞു. ഇനി ഒന്ന് നന്നായിട്ട് ഇളക്കി വീണ്ടും മിക്സ് ചെയ്തെടുക്കുക. ഈ പൊടിയൊന്ന് വേവണം. അപ്പോൾ ഞാൻ സൈഡ്സൊക്കെ നന്നായിട്ട് കൂട്ടി ഇളക്കി എടുക്കുന്നുണ്ട് കേട്ടോ. ഇതിലേക്ക് ഇനി നമുക്ക് തേങ്ങയുടെ 1-ാം പാല് ചേർത്ത് കൊടുക്കണം. തേങ്ങയുടെ 1-ാം പാല് ചേർക്കുമ്പോൾ കുറച്ചായിട്ട് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ഒരുമിച്ച് ഒഴിച്ചു കൊടുക്കരുത്. പക്ഷേ കൈയെടുക്കാതെ ഇളക്കിക്കൊണ്ടിരിക്കുകയും ചെയ്യുക. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 1-ാം പാല് ചേർക്കുമ്പോൾ പിരിയാൻ സാധ്യതയുണ്ട്. തീ കുറച്ച് വെച്ചിട്ട് കൈയെടുക്കാതെ ഇളക്കിക്കൊണ്ടിരിക്കുക. വളരെ കുറച്ചായിട്ട് ഒഴിച്ച് മിക്സ് ചെയ്യുക. ആദ്യം നമ്മൾ ഒഴിച്ച പാലൊന്ന് മിക്സായി വന്നു കഴിയുമ്പോഴേ നമ്മൾ വീണ്ടും പാല് ചേർത്ത് കൊടുക്കാൻ പാടുള്ളൂ. നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്തിട്ട് വീണ്ടും ഫ്ലെയിം കൂട്ടി വെച്ച് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. കണ്ടോ ഈ സൈഡ്സ് ഒക്കെ നന്നായിട്ട് ചേർത്ത് ഇളക്കി എടുക്കാം കേട്ടോ. നമ്മുടെ പാല് വറ്റി തുടങ്ങുമ്പോൾ തന്നെ വീണ്ടും പൊട്ടിത്തെറിക്കാൻ തുടങ്ങും കേട്ടോ. ഈ പാലിലുള്ള വെള്ളം വറ്റി വരുമ്പോഴാണ് പൊട്ടിത്തെറിക്കുന്നത്. ഇതൊന്ന് പൊട്ടിത്തെറിച്ച് പാകമാവട്ടെ. അപ്പോൾ നമ്മുടെ ലേഹ്യം പൊട്ടലൊക്കെ കുറഞ്ഞ് റെഡിയായി വരുന്നുണ്ട് കേട്ടോ. ഞാൻ കയ്യിൽ ഇതുപോലൊരു ജാക്കറ്റ് എടുത്തിട്ടുണ്ട്. എന്താണെന്ന് വെച്ചാൽ കൈ പൊള്ളാതിരിക്കാനും കയ്യിലേക്ക് തെറിക്കാതിരിക്കാനാണ് ഇതുപോലൊരു ജാക്കറ്റ് എടുത്തിട്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങളൊരു ജാക്കറ്റോ ഒരു ഫുൾ സ്ലീവ് ഡ്രസ്സോ എടുക്കുകയാണെങ്കിൽ ഒട്ടും തന്നെ നമ്മുടെ കയ്യിലേക്ക് തെറിക്കില്ല കേട്ടോ.
അപ്പോൾ സേഫായിട്ട് നിൽക്കാം. അതുകൊണ്ട് ഞാനിത് കാണിച്ചു തന്നേ ഉള്ളൂ. അതെ, ഒരു ഗ്ലാസും കൂടെ വെച്ചോളൂ, ഒരു പ്ലെയിൻ ഗ്ലാസും കൂടെ വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടി നല്ലതായിരിക്കും. അപ്പോൾ നമുക്കിത് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം. കറക്റ്റ് പാകമായിട്ടില്ല, ഒന്നും കൂടി ആവാനുണ്ട്. ഇപ്പോൾ നമ്മുടെ ലേഹ്യം എന്താ പാകമായി കഴിഞ്ഞു. ഇതുപോലെ നമ്മൾ ഉരുളിയിൽ നിന്ന് വിട്ട് വരുന്ന പാകത്തിലാക്കി എടുക്കാട്ടോ. ഇത് ഇളക്കുമ്പോൾ നമ്മൾ ഏത് സൈഡിലേക്ക് നീക്കുന്നോ ആ സൈഡിലേക്ക് പോകുന്നുണ്ട്. ഇതുപോലെ ആയി വരുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. നമ്മുടെ ഒരു ഹൽവയുടെയൊക്കെ പാകത്തിലായി വരുമ്പോൾ ഇനി ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത്, ഫ്ലെയിം ഓഫ് ചെയ്തിട്ട്, ഈ ചൂട് ഉരുളി ആയതുകൊണ്ടാണ് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ചേർക്കുന്നത്, 100 ഗ്രാം നെയ്യാണ് ചേർക്കുന്നത്. അപ്പോൾ നെയ്യ് 100 ഗ്രാം തന്നെ ചേർക്കാം കേട്ടോ. എന്താണെന്ന് വെച്ചാൽ നെയ്യൊക്കെ ചേർത്താലേ പെർഫെക്റ്റ് ആവുള്ളൂ. ഈ ഒരു പൂക്കുലയുടെ അളവിലേക്കാണ് നമ്മൾ 100 ഗ്രാം നെയ്യ് പറയുന്നത്. ഇനി നെയ്യും കൂടി ചേർത്ത് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്യാം. ആ ഉരുളിയുടെ ചൂടുള്ളത് കൊണ്ട് തന്നെ നെയ്യൊക്കെ നന്നായിട്ട് ലേഹ്യത്തിലേക്ക് പിടിച്ച് മിക്സ് ആയി വന്നോളും. ഇത് ചൂടോടുകൂടി ചെയ്യണം. കണ്ടോ, നമ്മുടെ ലേഹ്യം റെഡി ആയി കഴിഞ്ഞു. ഇത്രയേ ഉള്ളൂ ലേഹ്യത്തിൻ്റെ പരിപാടി. ഇനി ചൂട് മാറുമ്പോൾ കഴിച്ചു തുടങ്ങാം. ഡെയിലി ഓരോ സ്പൂൺ വീതം കഴിക്കുക. അപ്പോൾ നമ്മുടെ ലേഹ്യം ദാ റെഡിയായി. ചൂടൊക്കെ ഒന്ന് കുറഞ്ഞ് വരുന്നുണ്ട് കേട്ടോ. ചൂട് കുറഞ്ഞ് കംപ്ലീറ്റ് ആയിട്ട് ചൂട് മാറിയതിന് ശേഷം മാത്രം നിങ്ങൾ ഗ്ലാസ് ബൗളിലോ ഭരണിയിലോ ഒക്കെ ആക്കി വയ്ക്കുക. പ്ലാസ്റ്റിക് ജാറുകളിലാക്കി വയ്ക്കരുത്, ഗ്ലാസ് ബൗളിലോ അല്ലെങ്കിൽ ഭരണിയിലാക്കി വയ്ക്കുക. അപ്പോൾ ഇതാ ഇതുണ്ടോ, ഇതുപോലെ നമ്മൾ സ്പൂണിൽ കോരി എടുക്കുമ്പോൾ കറക്റ്റ് ലേഹ്യത്തിൻ്റെ ആ കൺസിസ്റ്റൻസിയാണ്. ചൂട് മാറി വന്നു കഴിയുമ്പോൾ കേട്ടോ, കറക്റ്റായിട്ട് ചൂട് മാറിയിട്ടില്ല, ഇപ്പോഴും ചെറിയ ചൂടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ ഒരു റെസിപ്പി ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇതറിയാത്ത കുട്ടികൾക്ക് അല്ലെങ്കിൽ അറിയാത്ത അമ്മമാർക്കൊക്കെ ഉണ്ടെങ്കിൽ, ചില അമ്മമാർക്കൊക്കെ ഈ ഒരു റെസിപ്പി അറിയാതെ ഉണ്ടാവും, അങ്ങനെയുള്ള അമ്മമാർക്കും ഈ ഒരു റെസിപ്പി ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോയുടെ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. തെങ്ങിൻ പൂക്കുലാദി ലേഹ്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ നടുവേദനയ്ക്കും അതുപോലെ തന്നെ പ്രസവരക്ഷയ്ക്ക്, പ്രസവം കഴിഞ്ഞ കുട്ടികൾക്ക് നമ്മൾ നടുവേദന, നടു ഉറയ്ക്കുന്നതിനൊക്കെ കൊടുക്കുന്ന മരുന്നാണിത്. അപ്പോൾ അതിൻ്റെ ഗുണങ്ങളെക്കുറിച്ച് ഒരുപാട് വിശദീകരിച്ച് പറഞ്ഞ് ഞാൻ വീഡിയോ ലെങ്ത് കൂട്ടുന്നില്ല. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതല്ലേ, നടുവേദനയുള്ള ആർക്കും, ആണുങ്ങൾക്കായാലും പെണ്ണുങ്ങൾക്കായാലും ഒരുപോലെ കഴിക്കാവുന്നതാണിത്. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കി കഴിച്ചിട്ട് നിങ്ങളുടെ അഭിപ്രായം നമ്മുടെ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഇഷ്ടമായ റെസിപ്പി ആണെങ്കിൽ കുക്കിംഗ് താല്പര്യമുള്ള ആളുകൾക്ക് നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ അടുത്തൊരു റെസിപ്പിയുമായിട്ട് നമുക്ക് അടുത്ത ദിവസം വീണ്ടും കാണാം.